10 വർഷത്തിനിടെ രാജ്യത്തെ ബാങ്കുകൾ എഴുതി തള്ളിയത് 16.61 ലക്ഷം കോടി രൂപയുടെ വായ്പകളാണ്. പൊതുമേഖലാ ബാങ്കുകൾ എഴുതി തള്ളിയതാകട്ടെ 12 ലക്ഷം കോടി രൂപയും. 10 വർഷത്തിനിടെ റിക്കവറി നടപടികളിലൂടെ 2.16 ലക്ഷം കോടി രൂപയാണ് തിരിച്ചുപിടിച്ചത്. 24ന്റെ ബ്രേക്കിംഗ് ആണ്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ 16.61 ലക്ഷം കോടി രൂപയുടെ വായ്പകൾ എഴുതി തള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 16.61 ലക്ഷം കോടി രൂപയുണ്ടെങ്കിൽ ഒരു ബജറ്റിൽ എന്തെല്ലാം പദ്ധതികൾ വകയിരുത്താമെന്ന ചോദ്യമൊക്കെയുണ്ട്. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള വായ്പകളാണ് എഴുതി തള്ളിയത്? പിന്നെ ഇപ്പോൾ ചിലപ്പോൾ ബാങ്കുകൾ പറയാറുണ്ട് ഈ ബാലൻസ് ഷീറ്റ് അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കാറുണ്ടെന്ന്. അപ്പോൾ അത്തരത്തിലല്ലാതെ എഴുതി തള്ളിയ വായ്പകളാണോ ഇത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഈ സംഖ്യ 16 ലക്ഷം കോടി എന്ന് പറയുന്നത് 10 ലക്ഷത്തിനിടെ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ബാങ്കുകളിൽ കിട്ടാക്കടം പെരുകുന്നതിൻ്റെ ഒരു വലിയ കണക്കാണ്. ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ ഇത്രയും വലിയ തുക എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതുപോലെ തന്നെ ബാങ്കുകൾക്ക് ഇത്രയും വലിയൊരു മൂലധനം അവിടെ നിന്ന് നഷ്ടപ്പെടുന്നു എന്നതുകൂടിയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് വിവരാവകാശ നിയമപ്രകാരം RBIയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ ഓരോ വർഷത്തെയും കണക്കുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ആകെ തുക പറഞ്ഞാൽ 16.61 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ നമ്മുടെ രാജ്യത്തെ ബാങ്കുകൾ എഴുതി തള്ളിയത്. അതിൽ തന്നെ പൊതുമേഖലാ ബാങ്കുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 12 ലക്ഷം കോടി രൂപ, അതായത് ഏറ്റവും അധികം രൂപ എഴുതി തള്ളിയത് പൊതുമേഖലാ ബാങ്കുകളാണ് എന്നതാണ് ശ്രദ്ധേയം. സ്വകാര്യ ബാങ്കുകളിലേക്ക് വരുമ്പോൾ അത് 4.46 ലക്ഷം കോടി രൂപയാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് വരുമ്പോൾ 6020 കോടി രൂപയാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് ഈ എഴുതി തള്ളിയിട്ടുള്ളത്. അതിൽ തന്നെ കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ കൂടി നമ്മളൊന്ന് പരിശോധിച്ചാൽ അതിൽ പൊതുമേഖലാ ബാങ്കുകൾ 6.16 ലക്ഷം കോടി രൂപയാണ് എഴുതി തള്ളിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് കൂടി പരിശോധിച്ചാൽ 1.24 ലക്ഷം കോടി രൂപയാണ് ഈ പൊതുമേഖലാ ബാങ്കുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എഴുതി തള്ളിയിട്ടുള്ളത്. ഇനിയും ഈ എഴുതി തള്ളുന്നതോടൊപ്പം തന്നെ റിക്കവറി നടപടികൾ, ഈ നോൺ പെർഫോമിംഗ് അസറ്റുകളുടെ റിക്കവറി നടപടികൾ, എങ്ങനെയാണ് പണം തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ എത്രത്തോളം ഫലപ്രദമാണ് എന്നതിൻ്റെ കണക്കുകൾ കൂടി നമ്മളൊന്ന് ചോദിച്ച് അറിഞ്ഞതാണ്. അത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെയുള്ള റിക്കവറി നടപടികളിലൂടെ തിരിച്ചു പിടിച്ചത് 2.16 ലക്ഷം കോടി രൂപയാണ്. അതായത് എഴുതി തള്ളിയത് 16 ലക്ഷം കോടിയാണെങ്കിൽ ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയാണ് തിരികെ പിടിക്കാൻ കഴിഞ്ഞത്. അതായത് റിക്കവറി നടപടികളുടെ ഒരു ശതമാന കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 20% താഴെ മാത്രമാണ് റിക്കവറി നടപടികളിലൂടെ ബാങ്കുകൾക്ക് തിരികെ പിടിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ബാങ്കുകളിൽ കിട്ടാക്കടം പെരുകുകയാണ് എന്ന കണക്ക് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വലിയ പല ബാങ്കിങ് തട്ടിപ്പുകളും നമ്മൾ കണ്ടതാണ്. മെഹുൽ ചോക്സി അടക്കമുള്ളവരുടെ തട്ടിപ്പുകൾ, നീരവ് മോദി അടക്കമുള്ളവർ നടത്തിയ തട്ടിപ്പുകൾ കണ്ടതാണ്. പക്ഷേ അത് ഈ വലിയ കണക്കിൽ അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം 16,000 കോടിയൊക്കെയാണ് അത്തരം തട്ടിപ്പുകളിലൂടെ ഉണ്ടായത്. പക്ഷേ നമുക്ക് മുന്നിലുള്ള കണക്കുകൾ 16 ലക്ഷം കോടി രൂപയുടേതാണ് എന്നതാണ് യാഥാർത്ഥ്യം. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.